നമസ്കാരം. നിങ്ങളെല്ലാ ആൾക്കാരെയും ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഗൽ ഡിസ്കഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ, കോഴിക്കോട്. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിയമം വന്നതിന് ശേഷവും നിയമം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്കുണ്ടായിരുന്നു, പാർട്ട് 1. പാർട്ട് 2 മുതൽ നമ്മൾ ഡിഫറെന്റ് നിയമങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2016 പുറപ്പെടുവിപ്പിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഈ ഗൈഡ് ലൈൻസ് ഈ നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഇൻഡസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 2016 മുമ്പ് 2016 ശേഷവും അതായിരിക്കും ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു വേർതിരിവ്. 2016 മുമ്പ് ഗൈഡ് ലൈൻസ് വരുന്നതിന് മുമ്പ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2016 ഗൈഡ് ലൈൻസ് 9 ക്ലോസ് ആയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആദ്യത്തെ ക്ലോസ് ഡെഫിനിഷൻ ക്ലോസ് ആണ്. അതിനകത്ത് ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡെഫിനിഷൻ ഡയറക്ട് സെല്ലർ ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മുഴുവൻ ഡയറക്ട് സെല്ലർ എന്നുള്ള ആ ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ 2 ക്ലാസ്സുകൾ 2, 3 നമ്മൾ ഡയറക്ട് സെല്ലർ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഡയറക്ട് സെല്ലർ എന്നുള്ളത് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഡെഫിനിഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ നിയമം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? ഡയറക്ട് സെല്ലർ ഈസ് എ പേഴ്സൺ authorized or appointed directly or indirectly by a direct selling entity through a legally enforceable written contract to undertake direct selling business on principle to principle basis. ഇതാണ് a definitionന്റെ ബേസ്. അതിൽ നമ്മൾ കണ്ടു ആരാണ് ഡയറക്ട് സെല്ലർ, എപ്പോഴാണ് ഒരാൾ ഡയറക്ട് സെല്ലർ ആകുന്നത്, ഡയറക്ട് സെല്ലർ ആകാൻ വേണ്ട കണ്ടീഷൻസ്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അത് കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടു ഡയറക്ട് സെല്ലറും ഡയറക്ട് സെല്ലിംഗ് എന്റിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യാനാണ് നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്നുള്ള നമ്മൾ ക്ലാസ് 3 നമ്മൾ പഠിച്ചത്. 3ാമത്തെ ക്ലാസ് നമ്മൾ അതാണ് ഡീൽ ചെയ്തത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മീൻസ് മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് or providing services as a part of network of direct sellers other than under a pyramid scheme, provided such a sale of goods or services occurs otherwise than a permanent retail location to the consumers, generally in their houses, at their workplaces, or by demonstration and explanation at a particular place. ഇതാണ് നമ്മൾ. അപ്പൊ ആ ഡെഫിനിഷൻ നമ്മൾ 3 ആക്ടിവിറ്റീസിന് മാത്രമേ സെല്ലിങ്ങിന് പെർമിഷൻ ഉള്ളൂ. അത് മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ. അതെന്തായിരിക്കണം? ഗുഡ്സ് ഓർ സർവീസസ്. എന്താണ് ഗുഡ്സ് എന്നുള്ളത് നമ്മൾ കണ്ട്. കൺസ്യൂമർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് സെക്ഷൻ 2C നമ്മൾ കണ്ട്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷണബിൾ ക്ലെയിം ആൻഡ് മണി. അത് നമ്മൾ ഡീൽ ചെയ്തു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പാർട്ട്, ആ ഡെഫിനേഷനിൽ ഒരു വാക്ക് ഡയറക്ട് സെല്ലിംഗിലെ പാർട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആസ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്, ആസ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്, അതാണ് ഓർമ്മിച്ചത്. ആസ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്? സെയിൽസ് ത്രൂ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഈസ് പെർമിറ്റഡ്. മാർക്കറ്റിംഗ് ത്രൂ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഈസ് പെർമിറ്റഡ്. Distribution through network of direct selling is permitted. വളരെ ക്ലോസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് ഡെഫിനിഷൻ. ബട്ട് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രൈസസ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് സെക്ഷൻ 2C പ്രകാരം അത് മണി സർക്കുലേഷൻ സ്കീമായിട്ട് മാറും. അപ്പൊ അവിടെയാണ് അതിന്റെ പ്രത്യേകത. അപ്പം മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിലെ സെക്ഷൻ 2C മണി സർക്കുലേഷൻ സ്കീമാണ്
എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കെതിരെ നടപടികൾ എടുത്തപ്പോൾ പോലീസ് എഴുതി ചേർത്ത ഒരു വകുപ്പ്. അതുകൊണ്ട് ഇത് രണ്ടും വളരെ കോൺട്രഡിക്ടറി ആണ്, ഒന്നിനോട് ഒക്കില്ല. അപ്പം സെക്ഷൻ 2C എന്താണ് മണി സർക്കുലേഷൻ എന്നും ക്ലോസ് 1/6 പറയുന്നതായ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാകും. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് പെർമിറ്റഡ് ആണ്, അനുവദനീയമാണ്, നിയമാനുസൃതമാണ്. പക്ഷേ മണി സർക്കുലേഷൻ സ്കീം നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു ഡയറക്ട് സെല്ലർക്ക് ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പോയിന്റ്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറയുന്നത് ഗൈഡ് ലൈൻസിന്റെ ക്ലോസ് 1 സബ് ക്ലോസ് 5 ആണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പൊ എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്? ക്ലോസ് 1 സബ് ക്ലോസ് 5 പറയാൻ വെച്ചാൽ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മീൻസ് network of direct sellers at a different level of distribution who may recruit or introduce or sponsor further level of direct sellers who they then support. ഇതാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞത്. ഈ ഡെഫിനിഷൻ എക്സ്പ്ലനേഷൻ പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗിന്റെ മെത്തേഡാണ് MLM എന്ന് കൂടെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് വെച്ചാൽ ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് അറ്റ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ജസ്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ ക്ലോസ് 1 സബ് ക്ലോസ് 5 ആണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിനെ പറ്റി പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്താണ് ഈ ക്ലോസ് പറയുന്നത്? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. ഡയറക്ട് സെല്ലേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക്. ജസ്റ്റ് നമുക്ക് നോക്കാം. സി ഒരാള് അദ്ദേഹം കുറച്ച് ആൾക്കാരെ 2 പേരെ സ്പോൺസർ ചെയ്യുക. അവര് പിന്നെയും ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നു, ഇവര് പിന്നെയും ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നു, ഇദ്ദേഹം വേറെ ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നു. ഇതാണല്ലോ നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ഉണ്ടാവുക. See, definition എടുക്കുക. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് മുഴുവൻ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇദ്ദേഹം ലെവൽ 1 ആണെങ്കിൽ ഇത് ലെവൽ 1 ആണെന്നോ, യുവിനെ സംബന്ധിച്ചിടത്തോളം ലെവൽ 1, ഇത് ലെവൽ 2, ഇത് ലെവൽ 3, ലെവൽ 4, ലെവൽ 5. ലെവൽ 5 5 ലെവലാണ്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് at a different level of distribution who may introduce, recruit or sponsor further level of direct sellers. ഇവര് ഫർദർ ലെവൽ, അടുത്ത ലെവലിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, സ്പോൺസർ ചെയ്യുന്നു. Then they support. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഡെഫിനിഷൻ നോക്കാം. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മീൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ലെവൽ 1, 2, 3 ഡൗൺ ലൈൻസ് എത്രയാണെങ്കിലും പ്രശ്നമല്ല, ഏത് ലെവലിലാണെങ്കിലും പ്രശ്നമല്ല. അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡൗൺ ലൈൻസ്, ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. who may എന്നുള്ളതാണ്, ഷാലല്ല. who may introduce, recruit or sponsor further level of direct sellers
who then support. ഇതാണ് ഈ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. അതായത് ഡയറക്ട് സെല്ലേഴ്സ് ഒരു കൂട്ടം അവർ മറ്റുള്ള ഡയറക്ട് സെല്ലേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, സ്പോൺസർ ചെയ്യുന്നു, അവർക്ക് വേണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഇങ്ങനെ ചെയ്യുന്ന നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് കൂടെ നടക്കുന്ന ബിസിനസ് ലീഗലാണ്. 2016 ശേഷം മുമ്പ് ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ് ഇല്ലീഗലായിരുന്നു. അന്ന് ഡെഫിനിഷൻ ഇല്ല. അന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്ന നിയമം ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മണി സർക്കുലേഷൻ സ്കീം. മണി സർക്കുലേഷൻ സ്കീമും ഇതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കലാണ് ഒരു ഡയറക്ട് സെല്ലർ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇടപെട്ടിരിക്കുന്ന ബിസിനസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ആണോ, ഞാൻ ഇടപെട്ടിരിക്കുന്ന ബിസിനസ് മണി സർക്കുലേഷൻ സ്കീമിന്റെ പരിധിയിൽ വരുന്നതാണോ, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് മണി സർക്കുലേഷൻ സ്കീം എന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 2C മണി പ്രൈസിഡ്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട്. സെക്ഷൻ 2C ആണ് മണി സർക്കുലേഷനെ പറ്റി പറയുന്നത്. എന്താണ് മണി സർക്കുലേഷൻ? മണി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മണി സർക്കുലേഷൻ മീൻസ് any scheme whatever name called for making easy or quick money, for making easy or quick money on any event or contingency relative or applicable to the enrollment of members into the scheme. See, same പ്രവൃത്തി തന്നെ ഇവിടെ നോക്കുക. ഇവിടെയും മണി സർക്കുലർ സ്കീം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരാള് മറ്റൊരാൾക്കാരെ ഈ ബിസിനസ്സിൽ കൊണ്ടുപോകുന്നു. 1, 2, 4, 8, 16 ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് അദ്ദേഹം ഉണ്ടാക്കുന്നു, ഒരു ടീം ഉണ്ടാക്കുന്നു. സെയിം എനി സ്കീം, എന്ത് പേര് വിളിച്ചാലും പ്രശ്നമില്ല. എനി സ്കീം വാട്ട് എവർ നെയിം കോൾഡ് ഫോർ മേക്കിംഗ് ഈസി ഓർ ക്വിക്ക് മണി, പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു ചീറ്റിംഗ് പ്രോഗ്രാം ഫോർ മേക്കിംഗ് ഈസി ഓർ ക്വിക്ക് മണി ഓൺ എനി ഈവന്റ്. എന്തെങ്കിലും സംഭവിക്കാതിരിക്കുകയോ ചെയ്താലും കുഴപ്പമില്ല. ഓൺ എനി ഈവന്റ് relative or applicable to the enrollment of members into the scheme. അതായത് ഇവിടെ X എന്ന് പറഞ്ഞാണ്, ഇവിടെ Y എന്ന് പറഞ്ഞാണ്, ഇവിടെ Z എന്ന് പറഞ്ഞാണ്. ഇവർ ഈ സ്കീമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പണം കിട്ടുന്നതുണ്ടെങ്കിൽ അത് മണി സർക്കുലേഷൻ സ്കീമാണ്. മനസ്സിലായോ? ഓൺ എനി ഈവന്റ് എന്തെങ്കിലും സംഭവിക്കാതിരിക്കുകയോ ചെയ്താല് താഴെ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ബേസ് ചെയ്ത് മോളിലേക്ക് വരുമാനം കിട്ടുന്ന പദ്ധതിയാണെങ്കിൽ അത് മണി സർക്കുലേഷൻ സ്കീമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഈ വകുപ്പാണ് പല MLM കമ്പനികളുടെ മേലും ചുമത്തിയിരിക്കുന്നത്, പല MLM ലീഡേഴ്സിന്റെയും പ്രൊമോട്ടേഴ്സിന്റെ മേലും ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വകുപ്പാണ്. പ്രൈസിഡ്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അതിനുള്ളിൽ സെക്ഷൻ 3 പ്രൈസിഡ്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് 70 സെക്ഷൻ 3 അങ്ങനെയുള്ള പ്രവർത്തികൾ ബാൻ ചെയ്തിരിക്കുന്നതാണ്. ബാനിങ് ഓഫ് പ്രൈസിഡ്സ് and money circulation scheme or enrollment as members or participation therein. അതിൽ മെമ്പേഴ്സ് ആകുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും എല്ലാം നിയമവിരുദ്ധമായിട്ട് നിയമം വരക്കിയിട്ടുണ്ട്. No person shall promote or conduct any priced or money circulation scheme or enroll as a member to any such chits or scheme or participate in it otherwise or receive or remit
any money in pursuance of such chits or scheme is bad. ഏതെങ്കിലും ഒരാള് അങ്ങനെയുള്ള ഏതെങ്കിലും സ്കീമിൽ പണമടച്ചാലും പണം സ്വീകരിച്ചാലും പാർട്ടിസിപ്പേറ്റ് ചെയ്താലും പ്രൊമോട്ട് ചെയ്താലും എല്ലാം ശിക്ഷാർഹമാണ്. മിനിമം 3 വർഷം വരെ തടവ് ലഭിക്കാൻ പറ്റുന്ന, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണ് പ്രൈസ് ഇറ്റ്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിലെ മണി സർക്കുലേഷൻ സ്കീം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 ശേഷം നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഡെഫിനിഷൻ വരുന്നതിന് മുമ്പ് ഇവിടെ ആരെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങി അപ്ലയൻസിന് വരുമാനം പോകുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മണി സർക്കുലേഷൻ സ്കീമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഡെഫിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഓൺ എനി ഈവന്റ് ഓർ കണ്ടിജൻസി relative or applicable to the enrollment of members in the scheme. അവിടെ ഞാൻ പൈസ വാങ്ങിയില്ല എന്നുള്ളൊന്നും ഒരു ന്യായീകരണമില്ല. പൈസ വാങ്ങുന്ന ഓൺ എനി ഈവന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കി. അത് നല്ല കമ്പനികളും ചീത്ത കമ്പനികളും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ വന്നു. അപ്പോൾ അത് നല്ല കമ്പനികളെ തിരിച്ചറിയാനും അവർക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാനും പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പുതിയ ക്ലോസ് ആണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഇത് ലീഗലാണ്, പെർമിറ്റഡ് ആണ്, ഇത് ഇല്ലീഗലാണ്, ഇത് ചെയ്യാൻ പാടില്ല. That is very very important. But direct selling, network of direct selling is legal. നമുക്കത് ചെയ്യാം. അവിടെ എങ്ങനെയായിരിക്കണം, അതാണ് ഡയറക്ട് സെല്ലർ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയായിരിക്കണം അത്? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ആയിരിക്കും. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്, നെറ്റ്വർക്കേഴ്സ് അല്ല, നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. അപ്പൊ ഡയറക്ട് സെല്ലേഴ്സിന്റെ നെറ്റ്വർക്ക് ആയിരിക്കണം. അപ്പൊ ആരാണ് നെറ്റ്വർക്ക് എന്നുള്ളത് നമ്മള് 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചു. ആരാണ് നെറ്റ്വർക്കർ? അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഇപ്പൊ 2ാമത്തെ ക്ലാസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഡയറക്ട് സെല്ലർ ആരെന്നുള്ളത്. ഡയറക്ട് സെല്ലർ ഫർദർ ഡയറക്ട് സെല്ലറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ റിക്രൂട്ട് ചെയ്യുന്നതോ സ്പോൺസർ ചെയ്യുന്നതോ അനുവദനീയമാണ്. ഡയറക്ട് സെല്ലർ അല്ലാത്ത ഒരാള് അങ്ങനെ ഏതെങ്കിലും സ്കീമിൽ ഉൾപ്പെട്ട് മറ്റുള്ള ആൾക്കാരെ എൻറോൾ ചെയ്യിച്ചാൽ അത് ഇല്ലീഗലാണ്. ഡിഫറൻസ് മനസ്സിലായോ? അപ്പം ഇതാണ് ഇതിനുള്ളിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റുമാണ്. അപ്പം ഒന്ന് ലീഗലാണ്, ഒന്ന് ഇല്ലീഗലാണ്. ഒന്നില് ഡയറക്ട് സെല്ലേഴ്സിന് മറ്റുള്ള ആൾക്കാർ എനി ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഏത് ഡൗൺലൈൻ ആയിക്കോട്ടെ, എനി ലെവൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദേ ആർ പെർമിറ്റഡ് ടു ഇൻട്രൊഡ്യൂസ്, സ്പോൺസർ, റിക്രൂട്ട് ഫർദർ ലെവൽ ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ഇൻ ടു ദ സ്കീം. ഇവിടെ നോക്കുക, they are banned, they are prohibited to enroll members into the scheme. അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കലാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി നമ്മൾ നോക്കാം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനി ടൈപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിംഗോ ഡിസ്ട്രിബ്യൂഷനോ സെയിൽസോ ത്രൂ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സിൽ കൂടിയാണെങ്കിൽ പെർമിറ്റഡ് ആണ്, അല്ലാത്തത് ഇല്ലീഗലാണ്. അപ്പൊ ഇവിടെയാണ് ഡയറക്ട് സെല്ലർ എന്നുള്ളതിന്റെ ഡെഫിനിഷന്റെ പ്രസക്തി വരുന്നത്. ആരാണ് ഡയറക്ട് സെല്ലർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഡയറക്ട് സെല്ലറിന്റെ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണോ? ഞാൻ ഡയറക്ട് സെല്ലറിന്റെ സ്റ്റാറ്റസിലല്ലേ? ഡയറക്ട് സെല്ലറിന്റെ സ്റ്റാറ്റസിലല്ലെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. അപ്പൊ ഡയറക്ട് സെല്ലർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാല് ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി എന്താണ്, പിരമിഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കൺസെപ്റ്റ് ആണ്. അല്ല, ബൈനറി കൺസെപ്റ്റും ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഡയറക്ട് സെല്ലിങ്ങും പിരമിഡും സൺഫ്ലവറും എല്ലാം ഒരു എന്താ പറഞ്ഞ ലീഗലായിട്ടുള്ള ഇതുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നിയമം അതിനത്ര ഇതല്ല പറയണത്. നിയമത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യരുത് മാത്രമേ ഉള്ളൂ.
അതിനുള്ളിൽ ബൈനറിയോ സൺഫ്ലവറോ അതൊന്നും പറയില്ല. എന്താണ് പറഞ്ഞിരിക്കുക വെച്ചാല് വാട്ട് ഈസ് പിരമിഡ് എന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പിരമിഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 1 സബ് ക്ലോസ് 11 അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പിരമിഡ്, എപ്പോൾ പിരമിഡ് ആകുന്നത്. പക്ഷേ പല ആൾക്കാരുടെ തെറ്റിദ്ധാരണ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താ പറഞ്ഞ പിരമിഡ് എന്ന് പറഞ്ഞാൽ ബൈനറി കൺസെപ്റ്റ് ആണെന്നുള്ളത്. അല്ല, ഈ സൺഫ്ലവറും പിരമിഡിന്റെ ഡെഫിനിഷനിൽ വരും. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ കണ്ടീഷൻസ് 7 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. മേജർ 7 കണ്ടീഷൻസ് കൊണ്ട് 7 കണ്ടീഷൻസ് പാലിക്കാതെ വരുവാണെങ്കിൽ സൺഫ്ലവർ ആണെങ്കിലും പിരമിഡ് ആവും. പിരമിഡ് ബാൻ ചെയ്തിരിക്കുന്നതാണ്. ഡയറക്ട് സെല്ലിംഗ് ബാൻഡ് അല്ല, പിരമിഡ് ബാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഡെഫിനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതും എന്താണ് പ്രൈസസ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിലെ മണി സർക്കുലേഷൻ എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പം ഇന്നത്തെ മേജർ ആയിട്ട് നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ് ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി എന്താണ്. പല ആൾക്കാരുടെയും വിചാരം എന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ കുറെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ കമ്പനികളെല്ലാം ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി ലീഗൽ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയാം, മുകളിൽ ഒരു വാക്കും കൂടെ എഴുതിയിട്ടുണ്ട്, പ്രൊവിഷണൽ ലിസ്റ്റ്. അവിടെ ഈ ഗൈഡ് ലൈൻസിന്റെ ക്ലോസ് അനുസരിച്ച് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് പാലിക്കാൻ അഫിഡവിറ്റ് കൊടുക്കുന്ന ആൾക്കാർ അവിടെ മേടിച്ചു വെക്കും. എന്നിട്ട് ആദ്യം വന്ന ആൾക്കാർക്ക് 1ാമത്തെ നമ്പർ കൊടുക്കും, രണ്ടാമത് വന്ന ആൾക്കാർക്ക് 2ാമത്തെ നമ്പർ കൊടുക്കും. അതിനുശേഷം 350ഓളം കമ്പനികളിൽ നിന്ന് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ഇന്ന് പേര് അഫിഡവിറ്റ് കൊടുത്ത് നമ്പർ മേടിച്ചിട്ടുണ്ട്. ഇതൊരു പ്രൊവിഷണൽ ലിസ്റ്റ് ആണ്, ഇത് ഫൈനൽ ലിസ്റ്റ് അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഇലക്ഷൻ ഓഫീസർ നോമിനേഷൻ സ്വീകരിക്കും. നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ ആദ്യം നോമിനേഷൻ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർക്ക് സീരിയൽ നമ്പർ 1 കൊടുക്കും. രണ്ടാമത് കൊണ്ടുവന്ന ആൾക്കാർക്ക് അതിന് ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ, ആ ഡേറ്റ് ടൈം നോക്കിയിട്ട് ആ സീരിയൽ വൈസ് കൊടുക്കുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ നോമിനേഷൻ മേടിച്ച ശേഷം അവസാനം ഇതൊന്ന് സ്ക്രൂട്ടനി ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രൂട്ടനി ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയാണോ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയല്ലെങ്കിൽ ആ നോമിനേഷൻ തള്ളും, ശരിയാണെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇലക്ഷൻ ഓഫീസറിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് അങ്ങനെയുള്ള ഇലക്ഷൻസ് വിജയിച്ചാലും അത് അസാധുവായി പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങളുണ്ട്. എന്ന് പറഞ്ഞ മാതിരി പ്രൊവിഷൻ ലിസ്റ്റിൽ പെട്ടത് കൊണ്ടൊന്നും ലീഗൽ ആയിക്കോണമെന്നില്ല. അപ്പൊ പ്രൊവിഷൻ ലിസ്റ്റിൽ പെട്ട കമ്പനികളെല്ലാം ഇല്ലീഗൽ ആണെന്നുള്ള വാദം എനിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എത്രയുള്ളൂ, ഈ ഗൈഡ് ലൈൻസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും ഈ പ്ലാൻ ലീഗലാണോ, ഈ കമ്പനി ലീഗലാണോ. അപ്പം അവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ അകത്തെ പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ, അത് അനുവദനീയമായുള്ള പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട മാതിരി ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, ഇത് പിരമിഡ് സ്കീമിൽ വരുമോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റിയുടെ ഡെഫിനേഷനിൽ വരുമോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു വാക്ക്, പിന്നെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഡയറക്ട് സെല്ലിംഗിൽ വളരെ ഡയറക്ട് സെല്ലിംഗ് മീൻസ് മാർക്കറ്റിംഗ്, distribution and sale of goods or services as a part of network of direct selling. But direct selling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a network of direct sellers at a different level of distribution who may introduce, sponsor or recruit further level of direct sellers who then they support. ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കാം. ഡയറക്ട് സെല്ലേഴ്സിന്റെ നെറ്റ്വർക്കിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഡയറക്ട് സെല്ലറുടെ ഡെഫിനേഷനിൽ അല്ലാത്ത ആൾക്കാർ അവരുടെ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ മണി സർക്കുലേഷൻ സ്കീം എന്നാ പറയാ. മണി സർക്കുലേഷൻ സ്കീമിൽ ഇല്ലീഗലാണ്. പക്ഷെ ഡയറക്ട് സെല്ലേഴ്സിന്റെ നെറ്റ്വർക്ക് കൂട്ടമാണെങ്കിൽ, അതിൽ കൂടെ നടക്കുന്ന സെയിൽ ആണെങ്കിൽ, അതിൽ കൂടെ നടക്കുന്ന മാർക്കറ്റിംഗ് ആണെങ്കിൽ, അതിൽ കൂടെ നടക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അത് മുഖേന എന്തെങ്കിലും ബെനിഫിറ്റ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ലീഗലാണ്.
അപ്പോൾ ലീഗലായിട്ട് ലോങ് ടേമിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രസക്തി മനസ്സിലാക്കി ലോങ് ടേമിലേക്ക് ഒരു പാസീവ് ടൈപ്പ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അനുവദനീയമായ വഴിയിൽ കൂടെ പോവുക, ഒരിക്കലും നിയമവിരുദ്ധമായ വഴിയിൽ കൂടെ പോകരുത്. അപ്പം ഇതിന് ഇത്രയും ക്ലാസ് നിങ്ങൾ കേട്ടു. ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9249593885. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതൽ ആൾക്കാർ അറിയണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ക്ലാസ്സിന് അല്ലെങ്കിൽ ഇതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടോ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനല്ല. ഇവിടെ ഒരു കമ്പനിയെ പറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. ഇവിടെ ആകെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഏത് കമ്പനി ചെയ്താലും കുഴപ്പമില്ല, ചെയ്യുമ്പോൾ നല്ല കമ്പനി ചെയ്യുക, ഇത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഇതിനുള്ളിൽ യൂട്യൂബ് കാണുന്ന ആൾക്കാരുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല ഇതിനുള്ളിൽ ലക്ഷ്യം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിയമം കറക്റ്റായിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഒരു സഹായമായി നിൽക്കുക എന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ക്ലാസ് നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. വാട്ട് ഈസ് പിരമിഡ്, വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ്. ഒരിക്കൽ കൂടി എല്ലാ ആൾക്കാർക്കും നമസ്കാരം പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.